ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ഉച്ചയ്ക്ക് ശേഷമുള്ള വിശേഷങ്ങളായാലോ. ഇപ്പം സമയം ഉച്ചയ്ക്ക് 2 മണിയായി കേട്ടോ. ഇന്ന് ലഞ്ചിന് കഴിക്കാൻ വേണ്ടിയിട്ട് കപ്പയാണ് ആക്കിയിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം കടയിൽ കണ്ടപ്പോൾ മേടിച്ചതാണേ. ആദ്യം ഈവനിങ് ചായയുടെ കൂടെ കഴിക്കാൻ വേണ്ടി കപ്പയാക്കാമെന്നാണ് കരുതിയത് കേട്ടോ. പിന്നെ വിചാരിച്ചു എല്ലാ ദിവസവും ചോറല്ലേ കഴിക്കുന്നത്, അപ്പോൾ ഒരു ദിവസം മാറ്റി പിടിക്കാമെന്ന്. കപ്പ നേരത്തെ തന്നെ കുക്കറിൽ വേവിച്ച് വെച്ചിട്ടുണ്ടേ. കപ്പയും മീൻകറിയും വെക്കാമെന്നാണ് കേട്ടോ ആദ്യം കരുതിയത്. പിന്നെ അതൊന്ന് മാറ്റി പിടിച്ചിട്ട് ചൂരമീൻ ഫ്രൈ ചെയ്യുകയാണ് കേട്ടോ ചെയ്തത്. കപ്പയുടെ കൂടെ കഴിക്കാനൊരു കറി വേണമല്ലോ, അതുകൊണ്ട് പിന്നെ ഒരു തക്കാളി വെച്ചിട്ട് തേങ്ങ അരച്ചിട്ടൊരു കറി വെച്ചിട്ടുണ്ടായിരുന്നു. തക്കാളിയും ഉള്ളിയും കൂടെ കുക്കറിൽ വേവിച്ചിട്ട് അതിൽ തേങ്ങ അരച്ച് പുളിയൊക്കെ ഒഴിച്ചിട്ടുള്ളൊരു കറിയാണ്. കപ്പയ്ക്ക് നല്ല കോമ്പിനേഷനാണ് പുളി ഉള്ളതുകൊണ്ട്. കപ്പ മുറിച്ചിട്ട് കുക്കറിൽ വേവിച്ചെടുത്തിട്ട് പിന്നെ ഉടച്ചെടുത്തതാണ് കേട്ടോ. കുക്കറിൽ വേവിച്ചത് കൊണ്ട് തന്നെ നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നേ. വേറെ പ്ലേറ്റിൽ ഫുഡ് എടുത്തിട്ട് പോയെങ്കിലും ആൾ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അവിടെ വെച്ചിട്ട് കളിക്കാൻ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ വേഗം ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് അവരുടെ പുറകെ നടക്കാൻ തുടങ്ങി കേട്ടോ. ഇങ്ങനെ ഒരിടത്തിരുന്ന് കഴിഞ്ഞാൽ ആൾ ഫുഡ് കഴിക്കത്തൊന്നുമില്ല. ഇങ്ങനെ പ്ലേറ്റിൽ കൊണ്ട് പുറകെ നടക്കും വീടിന് ചുറ്റും കുറേ സമയം. അപ്പോഴത്തേക്കും കുറച്ചൊക്കെ കഴിക്കും. കുറേ സമയം കൊണ്ട് നടന്നു കേട്ടോ ഫുഡുമായിട്ട് പുറകെ. അങ്ങനെ അവൾ കുറച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നേ. ആൾക്ക് ഫിഷൊക്കെ കഴിക്കുന്നത് ഇഷ്ടമാണ് കേട്ടോ. പക്ഷെ ചോറും കപ്പയും അങ്ങനത്തെ സംഭവങ്ങളൊന്നും അധികം ആൾ കഴിക്കാറില്ല. ഒന്ന് കണ്ണ് തെറ്റിയപ്പോഴത്തേക്കും 2 പാക്കറ്റിലുണ്ടായിരുന്ന തീപ്പെട്ടി മുഴുവൻ പൊട്ടിച്ച് നിരത്തിയിട്ടുണ്ടായിരുന്നേ. എന്നിട്ട് അതിൻ്റെ തീപ്പെട്ടിക്കൊള്ളി എടുത്തിട്ട് അതിൽ മുഴുവൻ ക്ലേ ഉരുട്ടി വെച്ചിരിക്കുകയാണ് കേട്ടോ. അതാണിപ്പോൾ കാണുന്നത്. പിന്നെ ഫുഡ് കഴിച്ച പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ കഴുകാൻ. അങ്ങനെ അതൊക്കെ കഴുകി ഒതുക്കി വെച്ചു. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിഞ്ഞ് വീട്ടിൻ്റെ അകത്തെ പണികളൊക്കെ ഒരുവിധം ഒതുക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നേ മുറ്റമെല്ലാം അടിച്ചു വാരാൻ വേണ്ടിയിട്ട്. ഇവിടെ സ്ഥിരം മഴയായതുകൊണ്ട് തന്നെ ഇപ്പം മുറ്റം അടിക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. മാവിൻ്റെ ഇലയെല്ലാം വീണിട്ട് പിന്നെ വെള്ളം കെട്ടി നിൽക്കുന്നത് കൊണ്ടൊക്കെ മുറ്റം അടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. നേരത്തെ മേടിച്ചതിൽ കുറച്ച് കേക്ക് ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ. അത് ഞാനും ഏറെയും കൂടെ കഴിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ വീട്ടിലെ പണികളൊക്കെ ഒതുക്കിയിട്ടൊന്ന് പുറത്ത് പോകാൻ വേണ്ടി നിന്നതായിരുന്നു കേട്ടോ. അപ്പോഴത്തേക്കും ചെറുതായിട്ട് മഴ പെയ്തിട്ടുണ്ടായിരുന്നേ. അങ്ങനെ വീണ്ടും കുറച്ച് സമയം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞ് മഴയൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളൊന്ന് പുറത്ത് പോകാൻ ഇറങ്ങിയതാണേ. പുറത്തേക്ക് പോകുന്നെന്ന് അറിഞ്ഞപ്പോഴേ ആൾ ഭയങ്കര വെയിറ്റിംഗ് ആണ് കേട്ടോ. ആയിരക്കും ഷെറിച്ചിനും കുറച്ച് ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് പോയതായിരുന്നു കേട്ടോ. സ്റ്റുഡിയോയിലാണ് കേട്ടോ ഞങ്ങൾ പോയത്. ആദ്യം ആണുങ്ങളുടെ സെക്ഷനിലോട്ടാണ് കേട്ടോ പോയത്. അവിടെ പോയി കുറച്ച് പാൻസൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ, ജീൻസും അല്ലാത്തതൊക്കെ. അങ്ങനെ അതിൽ നിന്ന് 1-2 സെലക്ട് ചെയ്തു. ഇപ്രാവശ്യം പോയപ്പോൾ അങ്ങനെ ഒരുപാട് കളക്ഷൻ ഉള്ളതായിട്ടൊന്നും തോന്നിയിട്ടുണ്ടായില്ല കേട്ടോ. ആദ്യം കുറച്ച് സമയമൊക്കെ ഐറ ഭയങ്കര നല്ല കുട്ടിയായിരുന്നു കേട്ടോ. കുറച്ച് കഴിഞ്ഞത് അങ്ങ് ഓടിക്കളിക്കാൻ തുടങ്ങി. പിന്നെ ഷോപ്പിംഗ് മുഴുവൻ അവളുടേതായിരുന്നു. ഷെറിച്ചൻ കുറച്ച് ഡ്രസ്സൊക്കെ സെലക്ട് ചെയ്യുന്ന സമയത്ത് ഐറയുടെ പുറകെ ഓടലായിരുന്നു എൻ്റെ പണി. അങ്ങനെ അവിടെ നിന്ന് ഡ്രസ്സൊക്കെ എടുത്തു കഴിഞ്ഞിട്ട് ഐറയ്ക്കുള്ള ഡ്രസ്സിൻ്റെ സെക്ഷനിലോട്ട് പോയി കേട്ടോ. കുറേ ടീഷർട്ടൊക്കെ വെച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു. അതിൽ നിന്നൊരു 1-2 സെലക്ട് ചെയ്തെടുത്തു കേട്ടോ. ഐറയ്ക്കുള്ള ഡ്രസ്സ് എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ആളുടെ ഏജിനനുസരിച്ചുള്ള എടുക്കുമ്പോൾ എല്ലാം വലിയ സൈസായിരിക്കും കിട്ടുന്നത്. ഒന്നും പാകത്തിനുള്ള കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അങ്ങനെ കുറേ ട്രൈ ചെയ്ത് നോക്കിയപ്പോഴത്തേക്കും 1-2 കറക്റ്റ് സൈസിനുള്ള കിട്ടി കേട്ടോ. സ്റ്റുഡിയോയിൽ അങ്ങനെ ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞിറങ്ങിയപ്പോഴത്തേക്ക് 8 മണിയായിട്ടുണ്ടായിരുന്നേ രാത്രി. അങ്ങനെ നേരെ അവിടെ നിന്ന് ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ പോയി കേട്ടോ. ഐറയും ടയേർഡായിട്ടുണ്ടായിരുന്നു, അതിൻ്റെ അകത്ത് ഓടി ഓടി. ഭക്ഷണം കഴിക്കാൻ നേരെ കോഫി ഹൗസിലോട്ടാണ് പോയത്. ആദ്യം ഭയങ്കര കൺഫ്യൂഷനായിരുന്നു എന്തോ ഓർഡർ ചെയ്യണമെന്ന്. അങ്ങനെ കുറേ സമയം ചിന്തിച്ചതിന് ശേഷം ബിരിയാണി ഓർഡർ ചെയ്തു കേട്ടോ. ഐറയ്ക്ക് സെപ്പറേറ്റ് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു പ്ലേറ്റ് എക്സ്ട്രാ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൽ കുറച്ച് ബിരിയാണിയും സാലഡും ചിക്കനൊക്കെ എടുത്ത് മാറ്റി വെച്ച് കൊടുത്തു. ഫുഡ് കൊടുത്ത സമയത്ത് ആൾക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നേ. പിന്നീട് അങ്ങനെ ഒന്നും കഴിച്ചിട്ടൊന്നും ഉണ്ടായില്ല. വെറുതെ സാലഡൊക്കെ നക്കി അങ്ങനെ ഇരിപ്പുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിഞ്ഞൊന്ന് മാർക്കറ്റിൽ കയറി കേട്ടോ. കുറച്ച് പച്ചക്കറിയും ഫ്രൂട്ട്സ് എല്ലാം മേടിച്ചിട്ടുണ്ടായിരുന്നേ. രാത്രി ആയതുകൊണ്ട് തന്നെ ഒട്ടുമിക്ക കടകളൊക്കെ അടച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ കുറച്ച് സാധനങ്ങൾ മാത്രം മേടിച്ചിട്ട് ഞങ്ങൾ മാർക്കറ്റിൽ നിന്ന് ഇറങ്ങി. രാത്രിയായിട്ടും മാർക്കറ്റിൽ അത്യാവശ്യം തിരക്കുണ്ട് കേട്ടോ, ആൾക്കാരൊക്കെ ഉണ്ട്. പിന്നെ ലോഡൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമായിരുന്നു. അങ്ങനെ ഞങ്ങളുടെ മാർക്കറ്റിൽ നിന്നുള്ള പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞ് തിരികെ യാത്ര തുടങ്ങിയപ്പോൾ സമയം 9 മണിയായിട്ടുണ്ടായിരുന്നേ. റോഡിൽ അധികം തിരക്കൊന്നും ഉണ്ടായിട്ടില്ല. ട്രാഫിക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ വേഗം തിരിച്ചെത്താൻ പറ്റി.
തിരിച്ചുള്ള യാത്രയിൽ അയറ കുറച്ച് സമയം ഇങ്ങനെ വണ്ടിയിലിരുന്ന് ഉറങ്ങിയിട്ടുണ്ടായിരുന്നേ. ഷോപ്പിംഗ് കഴിഞ്ഞ് വീട്ടിലെത്തിക്കഴിഞ്ഞ് അടുത്ത ടാസ്ക് എന്ന് പറഞ്ഞാൽ വാങ്ങിയ സാധനങ്ങളെല്ലാം വണ്ടിയിൽ നിന്ന് എടുത്ത് ഉള്ളിൽ വെക്കുക എന്നാണ് കേട്ടോ. ഐറയ്ക്കും പിന്നെ ഡ്രസ്സൊക്കെ എടുത്തത് കൊണ്ട് ആൾക്കിങ്ങനെ ഓരോന്നെല്ലാം പൊട്ടിച്ചെല്ലാം എടുത്ത് കാണിക്കാനെല്ലാം ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നേ. ഓരോന്നോരോന്ന് കവറെല്ലാം പൊട്ടിച്ച് അവളുടെ ഡ്രസ്സെല്ലാം എടുത്ത് പാകമാണോന്നെല്ലാം ഇങ്ങനെ വെച്ചെല്ലാം നോക്കുന്നുണ്ട്. ഭയങ്കര ഹാപ്പിയാണ് ആൾ. പുതിയ സാധനങ്ങൾ മേടിക്കാനും അതൊക്കെ ഇട്ട് നോക്കാനൊക്കെ ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇടയ്ക്ക് വീട്ടിലിടുന്ന തരത്തിലുള്ള കുറച്ച് പാൻറ്റും എടുത്തിട്ടുണ്ടായിരുന്നേ. ഈ റോസ് ടീഷർട്ട് എൻ്റെ സെലക്ഷനും വൈറ്റ് ടീഷർട്ട് ഷെറിച്ചിൻ്റെ സെലക്ഷനുമാണ് കേട്ടോ. നിങ്ങൾക്കിതിൽ ഏതാ ഇഷ്ടപ്പെട്ടതെന്ന് കമൻറ്റ് ചെയ്യണേ. അങ്ങനെ ഓരോരോ ഡ്രസ്സൊക്കെ ഇട്ട് ആളിൻ്റെ ഫാഷൻ ഷോയൊക്കെ കഴിഞ്ഞ് കേട്ടോ. അപ്പോഴത്തേക്കുമാണ് ഫ്രൂട്ട്സ് കയ്യിൽ കിട്ടിയത്. അതും കൊണ്ടുള്ള സന്തോഷ പ്രകടനമാണ് കാണുന്നത്. പിന്നെ അതിൽ നിന്ന് ഒരു ആപ്പിൾ എടുത്ത് മുറിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഷെറിച്ചിന് സ്റ്റുഡിയോ എന്നൊരു ചെരുപ്പ് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതെടുത്ത് തൊട്ടേ എനിക്കതിലൊരു നോട്ടം ഉണ്ടായിരുന്നു. വന്നിട്ട് പിന്നെ ഞാനും അതൊന്ന് വെയർ ചെയ്ത് നോക്കി. എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. എനിക്ക് തോന്നുന്നു മെയിൽസിനും ഫീമെയിൽസിനും ഇടാൻ പറ്റിയ ചപ്പലാണെന്നാണ് തോന്നുന്നത്. ചപ്പലിൻ്റെ ടൈ പോലും കട്ട് ചെയ്യാതെ തന്നെ കേട്ടോ ഞാൻ ഇട്ട് നോക്കിയത്. നിങ്ങൾ പറയട്ടെ എങ്ങനെയുണ്ടെന്ന്. ശരിക്കും പറഞ്ഞാൽ ലേഡീസിന് മാച്ചായിട്ടുള്ള ചെരുപ്പല്ലേ ഇത്. അങ്ങനെ ഇതൊക്കെയാണ് കേട്ടോ ഇന്ന് ഞങ്ങൾ ഷോപ്പ് ചെയ്ത സാധനങ്ങളൊക്കെ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ ഇതൊക്കെ? ഇനി വാങ്ങിയ പച്ചക്കറിയൊക്കെ ഫ്രിഡ്ജിലാക്കട്ടെ കേട്ടോ. അങ്ങനെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ ബൈ.